ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് അടച്ചതും US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതും മിഡിൽ ഈസ്റ്റിൽ പുതിയ യുദ്ധഭീതി പരത്തുന്നു. മിഡിൽ ഈസ്റ്റ് കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. അതെ, യുദ്ധഭീതി പുതിയ രീതിയിലേക്ക് കടന്നിരിക്കുന്നു. എണ്ണ വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കുന്ന ഈ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണം 4ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ മേഖല ഒന്നടങ്കം കനത്ത യുദ്ധഭീതിയുടെ നിഴലിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന മുന്നറിയിപ്പുകളും ഇറാന്റെ പ്രതികാര നടപടികളും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. അതെ, തുടർച്ചയായ 2ാം ദിവസവും പരസ്പരം ആക്രമണം നടത്തിയിരിക്കുകയാണ് USഉം ഇറാനും. ഉടൻ സമാധാന കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ ആഴ്ചയും ഹോർമോസ് കടലിടുക്കിന് സമീപം USന്റെ അപ്പാച്ചി ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതോടുകൂടിയാണ് സംഘർഷം രൂക്ഷമായത്. ഇത് ഇറാനിലെയും മേഖലയിലെ US താവളങ്ങളിലെയും തുടരാക്രമണങ്ങൾക്ക് വഴിവെച്ചു. ഫെബ്രുവരി അവസാനം US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തോടെ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 4ാം മാസത്തിലാണ്. ഈ യുദ്ധത്തിന്റെ ഭാവി എന്താണെന്നാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇറാനിലുടനീളമുള്ള സൈനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചുവെങ്കിലും പിന്നീട് തുറന്നു. US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചു. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഗതാഗതങ്ങളും അവസാനിപ്പിച്ചതായി ഇറാന്റെ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഏത് കപ്പലിന് നേരെയും വെടിവെക്കുമെന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് താക്കീതും നൽകിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്ക് അടച്ചതായുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണ വിപണിയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായതിനാൽ വിതരണ ശൃംഖല തടസ്സപ്പെടുമെന്നത് എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ കടുത്ത സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കും. സഖ്യകക്ഷികളുമായുള്ള ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇരുഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധം മേഖലയാകെ വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. US ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയെ വലിയൊരു വിപത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പിടിവാശി സമാധാന സാധ്യതകളെ അകറ്റുന്നതാണ്. ഹോർമോസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ അടയ്ക്കുന്നത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ഇന്ധനക്ഷാമത്തിനും കാരണമാകുമെന്നത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായ കാര്യമാണ്. ഇതിനു മുമ്പും ഇറാൻ ഹോർമോസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെയും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടി, ക്രൂഡ് ഓയിലിന് ക്ഷാമം വന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ കിട്ടുമോ എന്ന ആശങ്ക ഉൾപ്പെടെ പരന്നു. ഇപ്പോഴും സമാനമായൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് എത്തുന്നതിനുള്ള കരാറുകളിൽ നിന്ന് ഏറെ അകലെയാണ്. എന്തായാലും ഈ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സുസ്ഥിരത എന്നേക്കുമായി നഷ്ടപ്പെടും. ലോക നേതാക്കൾ അടിയന്തരമായി ഇടപെടുകയും മധ്യസ്ഥത വഹിച്ച് വെടിനിർത്തലിന് വഴിയൊരുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ യുദ്ധം നിയന്ത്രിക്കാനാവാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കും. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടത് ലോകത്തിന്റെ കൂടി ആവശ്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തുറന്ന ഏറ്റുമുട്ടൽ എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ലോകം നേരിടേണ്ടി വരുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ പിടിവാശി ഉപേക്ഷിച്ച് സമാധാന ഉടമ്പടിക്ക് തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന ഈ സംഘർഷാവസ്ഥ ആഗോള സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ യുദ്ധം ഗുരുതരമായ ആഗോള മാന്ദ്യത്തിനും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും വഴിതെളിക്കും. കടുത്ത സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ ഹോർമോസ് കടലിടുക്ക് തുറക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള നയതന്ത്ര നീക്കങ്ങൾ ആവശ്യമാണ്. യുദ്ധത്തിന്റെ ഭീകരത ഒഴിവാക്കാൻ ഇരുപക്ഷവും പരമാവധി സംയമനം പാലിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം അഴിച്ചുവിടുന്നു. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചു. അങ്ങനെ നിരവധി പ്രത്യാഘാതങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹോർമോസ് അടച്ച സ്ഥിതിക്ക് ചരക്ക് കപ്പലുകളുടെയൊക്കെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി ഇറാൻ അമേരിക്ക സംഘർഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു.